ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബാങ്കിൽ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. IPPS എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു PDF ആണ്. അപ്പോൾ ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21-ാം തീയതിയാണ്. ഈ മാസം 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേക്കൻസി ഇപ്പോൾ കേരളത്തിൽ വരുന്നത് നേരെ കേരള ഗ്രാമീണ ബാങ്കാണ് വരുന്നത്. ഓക്കെ, അതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ മാനേജർ. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ്, അതുപോലെ അതെല്ലാം ഇതിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏജ് SC/ST എത്ര ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBC എത്ര ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതുപോലെ ഹാൻഡിക്യാപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത്, ഓരോ പോസ്റ്റിനും ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ്, ഏതൊക്കെ പോസ്റ്റിന് എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി +2 10th ഒക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. SC/ST ആണെങ്കിൽ 175 രൂപയാണ്, OBC ആണെങ്കിൽ 850 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതായിരിക്കും, ഓരോ ബാങ്കിനും ഓരോ ഇതായിരിക്കും. ഏകദേശം കേരള ഗ്രാമീണ ബാങ്കിൽ 250ഓളം വേക്കൻസി ഉണ്ട്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഇതുപോലുള്ള റൂറൽ ബാങ്കുകളിലുള്ള വേക്കൻസി ഇതിലുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, കഴിയുന്നത് കേരളത്തിൽ കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അപ്ലൈ എന്നുള്ളത് കൊടുത്തിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടത് ഒരു ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് തമ്പ് വേണം, അതുപോലെ ഒരു ഡിക്ലറേഷൻ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ SSLC, ആധാർ കാർഡ്, പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഈ ഹാൻഡിക്യാപ്പിനൊക്കെ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മതി. ഓക്കെ, ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് അതിൽ കൊടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാമെന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു QR കോഡ് വരും, അത് സ്കാൻ ചെയ്തിട്ട് സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, വെബ് ക്യാമറ വേണമെന്നൊന്നുമില്ല. പിന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് തമ്പിൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം എഴുതിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ നമ്പറും അതുപോലെ പാസ്വേഡും വരും. അത് ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജാണ് വരിക. 5 സ്റ്റെപ്പാണത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതുപോലെ ഫോട്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ, ലൈവ് ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അതുപോലെ ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ വരുന്നത് മൂന്നാമത്തത് ഈ ഐക്കൺ, ഇത് നമ്മൾ പ്രിവ്യൂ നോക്കാനുള്ള, നമ്മൾ ഫില്ല് ചെയ്തെല്ലാം കറക്റ്റാണോ. പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ SSLC അതുപോലെ തമ്പ്, ഡിക്ലറേഷനൊക്കെ ഇതിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ സെഷനാണ് ഫീ അടക്കേണ്ടത്. ഇത്രയും 5-6 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്യാം. ഓക്കെ.